ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളൊക്കെ കേരള സർക്കാരിന്റെ കീഴിലും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക നോക്കാം. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കീഴിലും കേരള സർക്കാരിന്റെ കീഴിലും ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് അപ്ഡേറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ അത് ഓൺലൈനായിട്ടുള്ളുണ്ട്, അതുപോലെ തപാൽ മുഖേന ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓയിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡ് സി ഗ്രേഡ് ബി പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി 102 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡിഗ്രി, ഡിപ്ലോമ, മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 29/1/2024 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. ഇതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. PDF ലഭിക്കും. അതുപോലെ അതിൽ ഈ അപ്ലൈ നോ എന്ന് പറഞ്ഞാൽ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ്. പിന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയ അറ്റൻഡർ കം ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്കും ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 46 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 10th ITI അതുപോലെ NSC ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 18/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ല് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ അപ്രന്റീസ് വിഭാഗത്തിലേക്ക് 1646 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10th ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10/2/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMDക്ക് കീഴിൽ മാനേജർ പോസ്റ്റുകളിലേക്ക് 2 വേക്കൻസിയുമായി BTech അതുപോലെ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 18/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ KFOണിലേക്ക് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിൽ KFOണിൽ കമ്പനി സെക്രട്ടറി, മാനേജർ, അതുപോലെ അസിസ്റ്റന്റ് മാനേജർ, ഫിനാൻസ് അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ക്ലർക്ക് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 7 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 24/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ജൂനിയർ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് 1100 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10th അതുപോലെ IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്റിലേക്ക് 16/1/2024 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ കേരള സ്റ്റേറ്റ് IT മിഷനിലേക്ക് IT പ്രൊഫഷണൽസ് വിഭാഗത്തിലേക്ക് 23 ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. BE, BTech, ME, MTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് 15/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള പോലീസ് സർവീസിലേക്ക് ഫിസിക്കലൊന്നും ഇല്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് വേണ്ടി സയന്റിഫിക് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ഇന്ത്യ പോസ്റ്റ് ഓഫീസിന് കീഴിൽ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിലേക്ക് വേണ്ടിയിട്ട് 78 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. 10th പാസ്സായിരിക്കും. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 16/2/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ഇന്ത്യൻ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സാക്കിലേക്ക് വേണ്ടിയിട്ട് സയന്റിഫിക് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് 19 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. BE, BTech അതുപോലെ ME, MTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതിലേക്ക് 15/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ പഞ്ചായത്ത് സെക്രട്ടറി ആവാൻ താല്പര്യമുള്ള ആൾക്ക് ഇപ്പോൾ 31/1/2024 വരെ അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും നല്ലൊരു അവസരം തന്നെ ആയിരിക്കും. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. 274 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 22/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ പിയൂൺ, റൂം അറ്റൻഡന്റ്, നൈറ്റ് വാച്ച്മാൻ വിഭാഗങ്ങളിലേക്ക് 10 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് 7ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള പോലീസിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വിഭാഗത്തിലേക്കും അതുപോലെ വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് വേണ്ടി വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആവാൻ താല്പര്യമുള്ള ആൾക്ക് +2 ഉള്ളവർക്ക് 31/1/2024 വരെ അപേക്ഷിക്കാം. പിന്നെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ 2354 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം.
അതിലേക്ക് 10th അതുപോലെ 12th ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് 7/2/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ വിഭാഗത്തിലേക്ക് അതുപോലെ UP സ്കൂൾ ടീച്ചർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. 5500 ഒഴിവുകളിലേക്ക് 10th അതുപോലെ TTC കേട്ടിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ 31/1/2024 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ പിന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ള കേരള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലേക്കും ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരുന്നു. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. 31/1/2024 വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വിഭാഗത്തിലേക്ക് ഇപ്പോൾ +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ISROയിലേക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ്, എയർ ഇന്ത്യയിലേക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ്, അങ്ങനെ നിരവധി തസ്തികകളിലേക്കായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേരള PSC വഴിയും മറ്റുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.